നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 545th day. Today 16th sloka of Pradhama Skanda, 2nd chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 545-ാം ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവ കഥാരുചി സ്യാന്മഹത്സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണാത്. ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവ കഥാരുചി സ്യാന്മഹത്സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണാത്. ഓം തത്സത്. പറയുകയാണ്, ഭക്തിയാണ് മുക്തിക്ക് കാരണം. ഭക്തി കൊണ്ടുള്ള ജ്ഞാനം മാത്രമേ എല്ലാ സിദ്ധിക്കും കാരണമായിട്ടുള്ളൂ. ഭക്തിയില്ലാത്ത ഒരു കാര്യവും ഒരു ധർമ്മവും മുക്തിപ്രദമല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഭക്തി പ്രകാരമാണ് ഉണ്ടാവുക എന്ന് പറയുകയാണ്. അതായത് പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുക, ക്ഷേത്ര ദർശനം ചെയ്യുക എന്നിവ നിമിത്തം നമുക്ക് മഹാന്മാരെ സേവിപ്പാൻ ഇടവരും. പുണ്യതീർത്ഥങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിൽ മഹാന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും. അങ്ങനെ പുണ്യതീർത്ഥങ്ങളിൽ പോവുകയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ മഹാന്മാരെ കാണുവാനും അവരെ സേവിപ്പാനും ഇടവരുകയും അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും, ശുശ്രൂഷോ എന്നാൽ കേൾക്കുവാനുള്ള ആഗ്രഹം, ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നവന് കേൾക്കാൻ സാധിക്കും. അങ്ങനെ അവർ പറയുന്ന ഹരികഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭഗവാനിൽ അഭിരുചി ഉണ്ടാകും. അങ്ങനെ ക്രമേണ ഭക്തി ഉണ്ടാകും എന്നാണ് അടുത്ത ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തീർത്ഥാടനം വളരെ മുഖ്യമായി കരുതുന്നത്. പുണ്യതീർത്ഥങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ ഇവിടെയൊക്കെ മഹാന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥലത്ത് നാം പോകുമ്പോൾ നമുക്ക് അവരുമായി സഹവസിക്കാൻ ഇടവരുകയും ശ്രദ്ധയോടുകൂടി അവർ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുകയും കേൾക്കാൻ. വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ, മഹാന്മാർ എന്നുള്ള അർത്ഥമാണ്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി അവരുടെ കഥ കേൾക്കാൻ, വാസുദേവ കഥ അവർ പറയുന്നത് കേൾക്കുവാൻ ഇഷ്ടം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ പാപങ്ങളെ നശിപ്പിക്കുന്നതായിട്ടുള്ള ആ വാസുദേവ കഥകൾ നമുക്ക് ശ്രവിക്കാൻ ഇടവരുകയും വാസുദേവനിൽ നമുക്ക് അഭിരുചി ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഈ ശ്ലോകത്തിലെ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചി സ്യാന്മഹത്സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.